ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് മൈ ഓണം കിച്ചൺ എന്ന ഓണം സീരീസിന്റെ ഒന്നാമത്തെ ഡേ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഒരല്പം മധുരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പ്രഥമനാണ്. അപ്പോഴതിനായിട്ട് നമുക്ക് പരിപ്പെടുക്കാം. അപ്പൊ ഞാനിവിടെ എടുക്കുന്ന പരിപ്പ് എന്ന് പറഞ്ഞത് 2 ഗ്ലാസ് പരിപ്പാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ ഈ ഒരു അളവ് വെച്ച് നമുക്ക് 3-4 പേരുടെ വയറ് നിറക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി ഇതുപോലൊരു പാത്രത്തിൽ നമുക്കിത് വെള്ളം ഊറ്റാനായിട്ട് വെക്കാം. അപ്പം ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ ഊറ്റിയിട്ട് വേണം നമുക്ക് പായസത്തിനായിട്ട് ഇതെടുക്കാൻ വേണ്ടി. പിന്നെ ഇതിലെടുക്കുന്ന പരിപ്പിനെ പറ്റി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, ഇത് ചെറുപയർ പരിപ്പാണേ. അപ്പം ഇതാണ് നമ്മുടെ പായസ പരിപ്പ്. അപ്പം പരിപ്പ് പായസത്തിനൊക്കെ വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ചെറുപയർ പരിപ്പാണേ. അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയതിന് ശേഷം ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ആണെങ്കിൽ നമുക്ക് ആ ഒരു പരിപ്പിലേക്ക് ആ നെയ്യൊന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ അടുപ്പൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ, നമ്മളല്ലാതെ ഒന്ന് നെയ്യ് ഇതിലോട്ട് ആക്കിയെടുക്കുകയാണേ. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി നേരമൊന്നും ഇടരുത് കേട്ടോ, ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ പരിപ്പ് വേവുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക, അത് മുങ്ങിക്കിടക്കണം. അപ്പം തീ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ തീ ഒന്ന് കുറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ടേ. അപ്പം ഇനി ഇതിലേക്ക് വേണ്ട പാൻ നമുക്ക് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 2 വലിയ ശർക്കര തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 2 വലിയ ശർക്കര നമുക്ക് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പറ്റിയ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കണം. നമ്മൾ ഓണസദ്യയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാകുന്നത് ഈ പായസം ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞതാണ്, നമ്മൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ആദ്യം ചെയ്യുക എന്നത്. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ഈ പായസമൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ചെറിയൊരു പണി ചെയ്യുന്നുണ്ട്. ഏലക്ക ഒന്ന് ഞാൻ അതിൻ്റെ തൊണ്ടൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. തൊണ്ട് പൊളിക്കാതെയും ചെയ്യാവേ. അപ്പം ഞാൻ തൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചുക്കും ജീരകവും പഞ്ചസാരയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ പൊടിയണം. അപ്പം ഇത് ഞാൻ പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം ഈ ഒരു സമയത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ചുക്കിൻ്റെയും ഏലക്കയുടെയൊക്കെ നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പം ഇത് നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് 1ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലതുപോലെ കുറുക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അടിപൊളി ടേസ്റ്റിൽ കിട്ടും. ഈ ഒരു പായസം നമ്മൾ സദ്യയുടെയൊക്കെ കൂടെ ആണെങ്കിൽ പപ്പടമൊക്കെ കൂട്ടി തിന്നാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ഇവിടെ ഇരുന്ന് കുറുകട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു പരിപാടി കൂടെ ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം ഇതിലേക്ക് നമ്മൾ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അവസാനമായിട്ട് ഞാൻ കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി വേറെ ഒന്നുമില്ല, ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തണുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. പക്ഷെ ഞാൻ തണുക്കാനൊന്നും നിന്നില്ല, ഞാൻ കോരി എടുക്കുവാണേ. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പായസം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണേ. അപ്പം ചൂടോട് കൂടി തന്നെ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യുവാണേ. അപ്പം പായസം എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമ്മുടെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. അതുകൂടാതെ നിങ്ങളുടെ സൈഡിൽ നിന്നും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്താൽ ഇച്ചിരി കൂടെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.